ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ബാങ്കുകളെ കുറിച്ച് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് വെനീസ് ആണ്. 1157 സ്ഥാപിതമായിട്ടുള്ള ബാങ്ക് ഓഫ് വെനീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 കൊൽക്കട്ടയിൽ സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാട് ബാങ്കാണ്. 1899 കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കായിട്ടുള്ള നെടുങ്ങാട് ബാങ്ക് സ്ഥാപിതമായത്. 2003 പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ഈ നെടുങ്ങാടി ബാങ്ക് ലയിച്ചു. അപ്പു നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകനായിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളെ നോക്കാം. ആദ്യം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്, നരിമാൻ പോയിന്റ്. പ്രഥമ ആസ്ഥാനം കൊൽക്കട്ടയായിരുന്നു. 1935 മുതൽ 37 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കട്ട. ഇപ്പോൾ അത് മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. RBIയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പുറപ്പെടുവിച്ചത് 1934 മാർച്ച് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 മുതൽ. 1935 ഏപ്രിൽ 1 മുതലാണ് RBI പ്രവർത്തനം ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത് 1949 ജാനുവരി 1 മുതലാണ്. 1949 ജാനുവരി 1 മുതലാണ് RBIയെ ദേശസാൽക്കരിച്ചത്. RBI രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1926 RBI രൂപീകരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നിയമിച്ച വൈസ്രോയ് റീഡിംഗ് പ്രഭു ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം 5 കോടി രൂപ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയുള്ള വിശേഷണങ്ങൾ നോക്കുമ്പോൾ ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നെല്ലാം വിശേഷണമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ബാങ്കുകളുടെ ബാങ്കായിട്ടും പ്രവർത്തിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മമാണ്. എന്തൊക്കെയാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം എന്താണ്? കടുവ. RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പന. RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലവൻ RBI ഗവർണർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ഇതിന്റെ തലവനായിട്ടുള്ളത്. RBIയുടെ ആദ്യത്തെ ഗവർണറാണ് സർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. RBIയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചത് BN റാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ BN റാവു. ആദ്യമായിട്ട് കറൻസി നോട്ടിൽ ഒപ്പിട്ട RBI ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരിക്കെ ആദ്യമായിട്ട് കറൻസി നോട്ടിൽ ഒപ്പിട്ടത് ജെയിംസ് ടെയ്ലർ. RBI ഗവർണറാകുന്ന
RBI ഉദ്യോഗസ്ഥനാണ് എം നരസിംഹം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി മാറുന്ന RBI ഉദ്യോഗസ്ഥൻ എം നരസിംഹമാണ്. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി മൻമോഹൻ സിംഗ്. RBI ഗവർണർ ആയിട്ടുള്ളതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. RBIയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിത KJ ഉദ്ദേശി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് KJ ഉദ്ദേശി. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ, അതായത് 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO സുധാ ബാലകൃഷ്ണനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് RBI. RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കട്ടയാണ്. 2019 കൊൽക്കട്ടയിലാണ് RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് MANI, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. മാണി എന്നുള്ള ആപ്ലിക്കേഷനാണ് കാഴ്ച പരിമിതർക്കുള്ള കറൻസി നോട്ടുകൾ മൂല്യം തിരിച്ചറിയാൻ വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് RBI. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്ക് RBI. RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡർ അമിതാഭ് ബച്ചനാണ് RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ. ഇന്ത്യയുടെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്താനായിട്ട് RBI തയ്യാറാക്കുന്ന സൂചിക ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇൻഡെക്സ് ആണ്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് RBI ആണ്. RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് 1996 മുതലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് 1996 മുതലാണ്. കേരളത്തിൽ RBIയുടെ ശാഖയുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. RBI സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണുള്ളത്. RBI അക്കാഡമി മുംബൈയിലാണുള്ളത്. കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് പൂനെയുമാണ് ഉള്ളത്. RBIയുടെ സ്റ്റാഫ് കോളേജ് ഉള്ളത് ചെന്നൈ, RBI അക്കാഡമി മുംബൈ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് പൂനെ സ്ഥിതി ചെയ്യുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റും പൂനെയിലാണ്. ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് പൂനെ ധനകാര്യ വർഷമായിട്ട് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കാം. SBIയുടെ ആസ്ഥാനവും മുംബൈയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 ജാനുവരി 27 നിലവിൽ വന്ന ബാങ്കാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത് 1955 ജൂലൈ 1 മുതലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയത് SBI ആണ്. ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് SBI. SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ജോൺ മത്തായി ആണ്. സ്ഥാപക ചെയർമാനായിട്ടുള്ള ജോൺ മത്തായി ആണ് SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് കൂടിയാണ് SBI. ഒന്നും കൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ബാങ്ക്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക്, ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക്, SBIയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നെല്ലാം ചോദിച്ചാൽ SBI ആണ്. SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ജോൺ മത്തായി. SBIയുടെ ആപ്തവാക്യം പുവർ ബാങ്കിങ് നത്തിങ് എൽസ്. SBIയുടെ ആപ്തവാക്യം പുവർ ബാങ്കിങ് നത്തിങ് എൽസ്. ആദ്യമായിട്ട് ഒഴുകുന്ന ATM വന്ന ബാങ്കും SBI ആണ്. കൊച്ചി വൈപ്പിനിലാണ് ആദ്യമായിട്ട് ഒഴുകുന്ന ATM വന്നത്. SBIയുടെ കസ്റ്റമറായി പത്രപരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവി ടാഗോറാണ്. SBIയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ കസ്റ്റമറായിട്ട് പത്രപരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവി ടാഗോറാണ്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആരംഭിച്ച ബാങ്കും SBI ആണ്. SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യോനോ, പൂർണ്ണരൂപം യു ഒൺലി നീഡ് വൺ. SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ. യോനോ ബ്രാൻഡ് അംബാസഡർ സ്വപ്ന ബർമൻ. ഹെപ്റ്റാത്തലിൻ താരമാണ് സ്വപ്ന ബർമൻ. യോനോയുടെ ബ്രാൻഡ് അംബാസഡർ സ്വപ്ന ബർമൻ. SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ടെർമിനൽ MOPAD, മൾട്ടി ഓപ്ഷൻ പേയ്മെന്റ് അക്സെപ്റ്റൻസ് ഡിവൈസ് ആണ്. മോപ്പാഡ്. SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ടെർമിനൽ ആണ് MOPAD. SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. ചല്ല ശ്രീനിവാസലു സെട്ടിയാണ് SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ലോക ബാങ്കുകളിൽ വലിപ്പത്തിൽ SBIയുടെ സ്ഥാനം 43 ആണ്. 43-ാം സ്ഥാനമാണ് ലോക ബാങ്കുകളിൽ വലിപ്പത്തിൽ SBIയുടെ സ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റാണ് ജയ്പൂർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. ഇന്ത്യയിൽ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ ആണ്. ബാങ്ക് സ്ഥാപിക്കാൻ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ JM കെയ്ൻസ് ആണ്. ഈ ബാങ്ക് സ്ഥാപിക്കാനായിട്ട് പ്രധാനമായിട്ട് പങ്കുവഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ JM കെയ്ൻസ്. ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിച്ചു. ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചിട്ടുണ്ട്. പേര് നിർദ്ദേശിച്ച വ്യക്തി JM കെയ്ൻസ് തന്നെയാണ്. ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരാണ് ആദ്യമുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ICICI ബാങ്കിനെ കുറിച്ച് നോക്കാം. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം 1994 ആണ്. ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. സ്ഥാപിച്ചത് 1994 മുംബൈ ആണ് ആസ്ഥാനമായിട്ടുള്ളത്. ICICI ബാങ്കിന്റെ ആപ്തവാക്യം കയാൽ ആപ്ക എന്നതാണ്. പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നാണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്, ICICI ബാങ്ക്. ലോക ബാങ്കുമായി ചേർന്ന് ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955-ലാണ്. ന്യൂയോർക്കിൽ എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ICICI ബാങ്ക്. ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ICICI ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ATM ആരംഭിച്ച ബാങ്കും ഇതാണ്. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM ആരംഭിച്ചത് ICICI ബാങ്ക്. ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ICICI. വർഷം 1998. ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ICICI ബാങ്ക് 1998. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്ക് ICICI ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ചത് ഇതാണ്. രാജ്യത്തെ ആദ്യ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നതും ICICI ബാങ്കാണ്. രാജ്യത്തെ ആദ്യത്തെ
യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നു ICICI ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്ക് ICICI ബാങ്കാണ്. കറൻസി നോട്ടിങ്ങിന് സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടിനെ ഉപയോഗിച്ചത് അതാണ് ICICI ബാങ്ക്. ICICI ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ചന്ദ കോച്ചാർ ആണ് ICICI ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആയിട്ടുള്ളത്. ആദ്യമായിട്ട് മൊബൈൽ ATM ആരംഭിച്ച ബാങ്കും ICICI ബാങ്കാണ്. ആദ്യമായി മൊബൈൽ ATM. അതേപോലെ ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡിന് മേൽ EMI സംവിധാനം ആരംഭിച്ച ബാങ്കും ICICI ബാങ്കാണ്. ആദ്യമായി ഡെബിറ്റ് കാർഡിന് മേൽ EMI സംവിധാനം ആരംഭിച്ച ബാങ്കും ICICI ബാങ്കാണ്. അടുത്തതായിട്ട് നബാർഡിനെ കുറിച്ച് നോക്കാം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12. 1982 ജൂലൈ 12 മുംബൈ ആണ് നബാർഡിന്റെ ആസ്ഥാനമായിട്ടുള്ളത്. നബാർഡിന്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. കൃഷി, ഗ്രാമവികസനം എന്നിവ ലക്ഷ്യമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയിലെ ബാങ്കാണ് നബാർഡ്. രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. നബാർഡ് രൂപീകരണ കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്താണുള്ളത്. മുഴുവൻ വായ്പാ സമ്പ്രദായത്തിന്റെയും നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും നബാർഡിനെയാണ്. മുഴുവൻ വായ്പാ സമ്പ്രദായത്തിന്റെ നിയന്ത്രകൻ നബാർഡ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചതും നബാർഡാണ്. അത് ലക്നൌവിലാണ് ആരംഭിച്ചത്. അടുത്തതായിട്ട് ഭാരതീയ മഹിളാ ബാങ്കിനെ കുറിച്ച് നോക്കാം. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിൽ വന്നത് 2013 നവംബർ മാസം 19 ആണ്. ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത് 2013 നവംബർ 19. സമ്പൂർണമായിട്ട് വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. മുദ്രാവാക്യം വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. എംപവറിംഗ് വുമൺ, എംപവറിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. എംപവറിംഗ് വുമൺ, എംപവറിംഗ് ഇന്ത്യ. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യമുള്ളത് ഭാരതീയ മഹിളാ ബാങ്കിനാണ്. ലോകത്തിലെ മൂന്നാമതായിട്ട് വനിതാ ബാങ്ക് ആരംഭിച്ച ബാങ്ക് ഇന്ത്യയാണ്. പാകിസ്ഥാനും ടാൻസാനിയയും കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വന്ന ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമാണ്. ഇന്ദിരാഗാന്ധിയുടെ 96ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ മഹിളാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത്. ആരൊക്കെ ചേർന്ന്? മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും. ആദ്യത്തെ ശാഖ വന്നത് മുംബൈയിലാണ്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ മുംബൈയിൽ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ ശാഖ തിരുവനന്തപുരത്ത് മണക്കാട് കമലേശ്വരത്താണ് വന്നത്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ തിരുവനന്തപുരം ജില്ലയിൽ മണക്കാട് അല്ലെങ്കിൽ കമലേശ്വരം എന്ന സ്ഥലത്താണ് വന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ ഉഷ അനന്ത സുബ്രഹ്മണ്യം. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ഉഷ അനന്ത സുബ്രഹ്മണ്യം. 2017 ഏപ്രിൽ 1 ഇത് SBIയുമായിട്ട് ലയിച്ചു. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് SBIയുമായിട്ട് ലയിച്ചു. അടുത്തതായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വന്നത് 1895 ന്യൂഡൽഹിയാണ് PNBയുടെ ആസ്ഥാനം. പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇതിന്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി VRS അതായത് സ്വയം പിരിഞ്ഞു പോകൽ നടപ്പിലാക്കിയ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കാണ്
പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2019 സെപ്റ്റംബറിൽ പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 2019 സെപ്റ്റംബർ മാസത്തിൽ പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. സ്ഥിര നിക്ഷേപ പദ്ധതിയായിട്ടുള്ള മഹാബജറ്റ് സ്കീം ആരംഭിച്ചതും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. സ്ഥിര നിക്ഷേപ പദ്ധതിയാണ് മഹാബജറ്റ് സ്കീം. ഇത് ആരംഭിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അടുത്തതായിട്ട് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ RRBയെ കുറിച്ച് നോക്കാം. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. ഇതിൻ്റെ ആക്ട് പുറപ്പെടുവിച്ചത് 1976. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ അത് രൂപീകരണ കമ്മിറ്റി നരസിംഹ കമ്മിറ്റിയാണ്. നരസിംഹം കമ്മിറ്റി പ്രകാരമാണ് പ്രാദേശിക ബാങ്കുകൾ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കാണ് മൊറാദാബാദിൽ സ്ഥാപിതമായത്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായത്. ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവയുമാണ്. ഗ്രാമീണ ബാങ്കുകൾ ഒന്നുപോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിം, ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്ക് ഇല്ലാത്ത സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്നു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ആയിട്ടുള്ളത് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിന്റെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിക്കുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ കാനറ ബാങ്ക്. ബാങ്കിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നുള്ളതാണ്. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന് ആപ്തവാക്യമുള്ളത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അടുത്തതായിട്ട് സിഡ്ബിയെ കുറിച്ച് നോക്കാം. സിഡ്ബിയുടെ ആസ്ഥാനം ലക്നൗ ആണ്. സിഡ്ബി പ്രവർത്തനം ആരംഭിച്ചത് 1990 ഏപ്രിൽ 2 മുതലാണ്. സിഡ്ബിയുടെ പൂർണ്ണരൂപം സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി. ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ലോൺ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലോൺ നൽകുന്ന ബാങ്ക് ഏതാണ്? സിഡ്ബി. അടുത്തതായിട്ട് മുദ്ര ബാങ്കിനെ കുറിച്ച് നോക്കാം. മുദ്ര ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. മുദ്ര ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. മുദ്ര ബാങ്ക് സ്ഥാപിതമായത് 2015 ഏപ്രിൽ 8. സ്ഥാപിതമായത് 2015 ഏപ്രിൽ 8. മുദ്ര ബാങ്കിന്റെ പൂർണ്ണരൂപം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. മുദ്ര ബാങ്കിന്റെ പൂർണ്ണരൂപം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നുള്ളതാണ്. സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായിട്ട് നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി, അല്ല മുദ്ര ബാങ്ക്. സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായിട്ട് നിലവിൽ വന്ന ധനകാര്യ സ്ഥാപനമാണ് മുദ്ര ബാങ്ക്. ആദ്യമായിട്ട് മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് കോർപ്പറേഷൻ ബാങ്ക്. ആദ്യമായിട്ട് മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? കോർപ്പറേഷൻ ബാങ്ക്. മുദ്ര ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകൾ ശിശുവിന് 50,000 രൂപയിൽ താഴെ, കിഷോർ എന്ന ലോൺ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ, തരുൺ 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് തരുൺ എന്ന പേരിൽ ലോൺ കൊടുക്കുന്നത്. ശിശു 50,000 രൂപയിൽ താഴെ, കിഷോർ 50,000 to 5 ലക്ഷം രൂപ വരെ, തരുൺ
10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ലോൺ അനുവദിച്ച് നൽകുന്നത്. അടുത്തതായിട്ട് IDBIയെ കുറിച്ച് നോക്കാം. IDBI എന്ന ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ഇത് സ്ഥാപിതമായത് 1964 ഇതിന്റെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് IDBI എന്നാണ്. വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകുന്ന സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്. 2019 IDBI ബാങ്കിന്റെ 51% ഓഹരികൾ വാങ്ങിയ ധനകാര്യ സ്ഥാപനം LIC ആണ്. 2019 IDBI ബാങ്കിന്റെ 51% ഓഹരികളും വാങ്ങിയത് LIC എന്ന ധനകാര്യ സ്ഥാപനമാണ്. അടുത്തതായിട്ട് ആക്സിസ് ബാങ്കിനെ കുറിച്ച് നോക്കാം. ആക്സിസ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. നിലവിൽ വന്നത് 1994 മുതലാണ്. ആക്സിസ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. നിലവിൽ വന്നത് 1994. 1994 നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. 1944 നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണിത്. പാർലമെന്റ് പ്രമേയം പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ ബാങ്കും ആക്സിസ് ബാങ്കാണ്, അല്ലെങ്കിൽ UTI ബാങ്കും എന്നും അറിയപ്പെടുന്നു. പാർലമെന്റ് പ്രമേയ പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ ബാങ്കാണിത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോഡീഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്കും ആക്സിസ് ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ചത് ആക്സിസ് ബാങ്ക്. അടുത്തതായിട്ട് എക്സിം ബാങ്കിനെ കുറിച്ച് നോക്കാം. എക്സിം ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. നിലവിൽ വന്നത് 1982 എക്സിം ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. നിലവിൽ വന്നത് 1982. വിദേശ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ബാങ്കാണ് എക്സിം ബാങ്ക്. വിദേശ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന ബാങ്ക് എക്സിം ബാങ്കാണ്. ഫെഡറൽ ബാങ്കിനെ കുറിച്ച് നോക്കാം. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ ആണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം. നിലവിൽ വന്നത് 1945. ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യം യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നാണ്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ ഏതിന്റെ ആപ്തവാക്യമാണ്? ഫെഡറൽ ബാങ്ക്. ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഇന്നത്തെ ഫെഡറൽ ബാങ്ക് 1931 ഏപ്രിൽ 23 നിലവിൽ വന്നത്. ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഇന്നത്തെ ഫെഡറൽ ബാങ്ക് 1931 ഏപ്രിൽ 23 വന്നു. ബാങ്ക് ദേശസാൽക്കരണം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969 ജൂലൈ 19. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് എന്നാണ്? 1969 ജൂലൈ 19. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത്. ദേശസാൽക്കരണത്തിന് നയിച്ച കാരണം സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായിട്ടാണ് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത്. എന്തിനാണ്? സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനായിട്ടാണ് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത്. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. 14 ബാങ്കാണ് 1969 ദേശസാൽക്കരിച്ചത്. അന്ന് ഇത് നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ധനകാര്യമന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയാണ്. അന്ന് രാഷ്ട്രപതി PV ഗിരി. 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്, രാഷ്ട്രപതി PV ഗിരിയാണ്, ധനകാര്യമന്ത്രിയായിട്ടും ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇരുന്നത്. 1ാം ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 50 കോടി രൂപയോളം മൂലധനമുള്ള ബാങ്കുകളെ 1ാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചു. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1980 ഏപ്രിൽ 15. 6 ബാങ്കുകളെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ 1980 ഏപ്രിൽ 15 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം വഴി ദേശസാൽക്കരിച്ചത്. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോൾ
പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആണ്. രണ്ടാം ഘട്ടത്തിൽ 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടമായപ്പോഴേക്കും 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചതോടുകൂടി ബാങ്കുകളുടെ എണ്ണം 19 കുറഞ്ഞു. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്ക് IDBI ബാങ്കാണ്. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യയിലെ ബാങ്കാണ് IDBI ബാങ്ക്. 2019 ജാനുവരി 21 ഇത് സ്വകാര്യ മേഖലാ ബാങ്കായിട്ട് മാറിയത്. IDBI. നിലവിലുള്ള ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 12. നിലവിൽ ഇന്ത്യയിൽ 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. ബാങ്ക് ലയനം കൂടി നോക്കാം. ബാങ്ക് ലയനം 2019 ആഗസ്റ്റിലും 2020 ഏപ്രിലിലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. 2019 ഓഗസ്റ്റ് 2020 ഏപ്രിലിലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അതേപോലെ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിലും ലയിപ്പിച്ചു. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതേപോലെ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിലാണ് ലയിപ്പിച്ചത്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത്. വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചത്. നമുക്കെല്ലാം ഒന്നുകൂടെ നോക്കാം. ഓറിയന്റൽ ബാങ്കും ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചു. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ബാങ്ക് ലയനത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറിയത്. കേരള ബാങ്കിനെ കുറിച്ച് കൂടി നോക്കാം. 2019 നവംബർ 29 കേരള ബാങ്ക് സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിൻ്റെ ആസ്ഥാനമുള്ളത്. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. രൂപീകരിച്ചത് MS ശ്രീറാം കമ്മിറ്റി പ്രകാരമാണ്. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO PS രാജൻ. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO PS രാജൻ ആണ്. സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നതാണ് കേരള ബാങ്ക്. സംസ്ഥാന സഹകരണ ബാങ്കും 14 ജില്ലാ സഹകരണ ബാങ്കും ചേർന്നിട്ടാണ് കേരള ബാങ്ക് ഉള്ളത്. ചേരാത്ത സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. കേരള ബാങ്കിൽ ചേരാത്ത സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായിട്ടുള്ള ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനം ആക്കുകയാണ് ഈ ബാങ്കിലൂടെ ലക്ഷ്യം വെച്ചത്. സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായിട്ടുള്ള ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനം ആക്കുക എന്നതാണ് ഈ ബാങ്കിലൂടെ ലക്ഷ്യം വെച്ചത്.
ബാങ്കിനെ പറ്റി ചോദിക്കാൻ പറ്റിയ മറ്റ് ചോദ്യങ്ങൾ കൂടി നോക്കാം. ആദ്യമായിട്ട് പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് യൂക്കോ ബാങ്ക് ആണ്. മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന യൂക്കോ ബാങ്ക് ആണ് ആദ്യമായിട്ട് പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കിംഗ് റോബോട്ട് പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ ആണ്. സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈയിലാണ് ബാങ്കിംഗ് റോബോട്ടിനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തിറക്കിയത്. ആ റോബോട്ടിന്റെ പേരും ചോദിക്കാം. ലക്ഷ്മി എന്നാണ് റോബോട്ടിന് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കിംഗ് റോബോട്ട് പുറത്തിറക്കിയത് സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈ. ആദ്യത്തെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈൽ പാസ്ബുക്ക് ആരംഭിച്ചത് ഫെഡറൽ ബാങ്ക് ആണ്. ആദ്യമായിട്ട് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈൽ പാസ്ബുക്ക് ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക്. ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് ആണ് കാനറ ബാങ്ക്. ആദ്യത്തെ ISO സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക് ആണ്. ആദ്യത്തെ സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ച ബാങ്ക് പ്രസിഡൻസി ബാങ്ക് ആണ്. ആദ്യമായിട്ട് സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ച ബാങ്ക് പ്രസിഡൻസി ബാങ്ക്. ആദ്യത്തെ ചെക്ക് സംവിധാനം ബംഗാൾ ബാങ്കിലാണ്. ആദ്യമായി ചെക്ക് സംവിധാനം ആരംഭിച്ചത് ബംഗാൾ ബാങ്ക്. ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് നൽകിയത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആദ്യമായി ക്രെഡിറ്റ് കാർഡ് നൽകി തുടങ്ങിയ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് SBIയിലാണ് ആരംഭിച്ചത്. ആദ്യമായി മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ബാങ്ക് SBI. ആദ്യമായിട്ട് മലയാള വെബ്സൈറ്റ് ആരംഭിച്ച ബാങ്ക് SBT ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ് ആദ്യമായിട്ട് മലയാളം വെബ്സൈറ്റ് ആരംഭിച്ചത്. ആദ്യ പേയ്മെന്റ് ബാങ്ക് എയർടെൽ ആണ്. ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എയർടെൽ. ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എയർടെൽ ബാങ്ക് ആണ്. അതേപോലെ ആദ്യമായിട്ട് NRI ശാഖ ആരംഭിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ആദ്യമായിട്ട് NRI ശാഖ ആരംഭിച്ച ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ആദ്യത്തെ വിദേശ ശാഖ ആരംഭിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യമായി വിദേശ ശാഖ ആരംഭിച്ച ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആദ്യത്തെ മൊബൈൽ ATM ആരംഭിച്ചത് ICICI ബാങ്ക്. ആദ്യത്തെ മൊബൈൽ ATM ICICI ബാങ്ക് ആണ് ആരംഭിച്ചത്. ആദ്യത്തെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചതും ICICI ബാങ്ക് ആണ്. ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചതും ICICI ബാങ്ക് ആണ്. ആദ്യത്തെ കോർ ബാങ്കിംഗ് ആരംഭിച്ചത് SBI ആണ്. ആദ്യമായി കോർ ബാങ്കിംഗ് ആരംഭിച്ചത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യമായി OTP അധിഷ്ഠിത ATM ആരംഭിച്ചത് കാനറ ബാങ്ക് ആണ്. ആദ്യത്തെ OTP അധിഷ്ഠിത ATM കാനറ ബാങ്ക്. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്ക് ആണ് IDBI. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലയനം ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിലാണ് ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലയനം നടന്നത്. ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്. പഞ്ചാബിലെ ജലന്ധർ ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ടുള്ളത്. ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ESAF, സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിന്റെ ആസ്ഥാനമുള്ളത് മണ്ണുത്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ESAF, സ്മോൾ ഫിനാൻസ് ബാങ്ക്. ആസ്ഥാനം മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്. പഞ്ചാബിലെ ജലന്ധർ ആണ് ആസ്ഥാനമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങൾ കൂടി ചുരുക്കമായി പെട്ടെന്നൊന്ന് നോക്കാം. ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യം യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ എന്നുള്ളതാണ്. ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യം എന്താണ്? യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത് എന്ന ആപ്തവാക്യം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യമാണ് സെൻട്രൽ ടു യു സിൻസ് 1911. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം സെൻട്രൽ ടു യു സിൻസ് 1911. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നുള്ളതാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആപ്തവാക്യം ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആപ്തവാക്യം ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. കാനറ ബാങ്കിന്റെ ആപ്തവാക്യം നോക്കുമ്പോൾ
ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് ഫോർ ദോസ് ഹൂ യു ലവ്. ടുഗദർ വി ക്യാൻ എന്നുള്ളതുമാണ്. ഇറ്റ് ഈസ് ഈസി ടു യു ചേഞ്ച് ഫോർ ദോസ് ഹൂ ലവ്. അതേപോലെ ടുഗദർ വി ക്യാൻ എന്നുള്ളതും കാനറ ബാങ്കിൻ്റെ ആപ്തവാക്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ, എല്ലാ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും ബാങ്കുകളും ബാങ്ക് ലയനം, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും, എല്ലാ ബാങ്കിനെ കുറിച്ചും ബാങ്കിനെ പറ്റിയുള്ള GK ടോപ്പിക്സും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.